രാജ്യ മനസാക്ഷിയിൽ കല്ലിച്ചുപോയ രക്തക്കറ വർഷങ്ങൾ. രാഷ്ട്രീയ ഭൂതകാലത്തിന്റെ മറവിലേക്ക് മാഞ്ഞുപോകാൻ സമയമായിട്ടില്ല. ആര് നോക്കിയാലും മായ്ക്കപ്പെടുകയുമില്ല. ആ ഗാന്ധിയുടെ മണ്ണു കരഞ്ഞ കാലം, ചോരക്കൊടുവാളുമായി അശോക് മൂച്ചുമാരുടെ ആക്രോശകാലം, കൂട്ടക്കൊലക്കാലം, പേപ്പട്ടികൾ കടിച്ചുകീറി ബിൽക്കീസ് ബാനുമാരുടെ വിലാപകാലം. ഇന്ത്യൻ രാഷ്ട്രീയം ഇളകിമറിഞ്ഞ വർഷങ്ങളാണ്. 2001 മുതൽ 2004 വരെ രാജ്യത്തിനൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷനുണ്ട്. പേര് JM ലിങ്തോ. ചോരചീറ്റ് തീർന്നിട്ടില്ലാത്ത ആ കലാപത്തിന്റെ മുറിവുണങ്ങാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന ഉദ്യോഗസ്ഥന്റെ വിറയ്ക്കാത്ത നിലപാടിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് CECയോട് തീർത്താൽ തീരാത്ത പകയിലാണ് ആ പരിഹാസ പ്രസംഗം. ഇന്ന് കാണുന്ന ഈ വോട്ട് കിട്ടാൻ പ്രാക്ടിക്കൽ ക്രൈസ്തവ ഡിപ്ലോമസി ആയിട്ടില്ല. അന്ന് JM ലിങ്തോയെ മോദി വഡോദരയിൽ നീട്ടി വിളിക്കുന്നുണ്ട്. ജോസഫ് മൈക്കിൾ ലിങ്തോ. ആ മുഴുപ്പേര് വിളിക്കൽ, ഇറ്റലിക്കാരൻ വ്യംഗ്യം, ക്രൈസ്തവ ദേവാലയത്തിൽ കൂടിക്കാഴ്ച ഉണ്ടായോ എന്ന പരിഹാസച്ചിരി. ആ കമ്മ്യൂണൽ ചാർജിങ്ങിൽ അമ്പരന്ന് പോയൊരു BJP-കാരൻ പോലുമുണ്ട്, സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി. ഒരു വിയോജിപ്പിന്റെ പേരിൽ, ഒരു ക്രൈസ്തവ നാമത്തിന്റെ പേരിൽ വർഗീയ വേട്ടക്കിറങ്ങിയ കൂട്ടർക്ക് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഹോളി കൗവാണ്, വിശുദ്ധ പശു. രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്. ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞത് അവാസ്തവം, മിസ്ലീഡിംഗ് ആണ്, തെളിവുകൾ വേണം. ആ കമ്മീഷൻ ശകുൻ റാണിയോട് ചോദിക്കുന്നു, അല്ലയോ ശകുൻ റാണി, താങ്കൾ നിയമവിരുദ്ധമായി 2 വോട്ട് ചെയ്തുവോ? അപ്പോൾ വരുന്നു താഴ്മയോടെ ഉത്തരം, ഇല്ല സാർ, ഞാൻ ഒറ്റ വോട്ടേ ചെയ്തുള്ളൂ. ആ കേസ് അവിടെ തീർന്നു, രാഹുലെ കൊണ്ടുപോവാ മറുപടി. പണ്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ അത്തള പിത്തള തവളാച്ച് കളിക്കുന്ന കാലത്ത് കാണിക്കാത്ത ബാലിശപ്പണി. ഈ രാജ്യം ഞെട്ടിപ്പോയ ആരോപണങ്ങളിൽ ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ടെന്ന ആരോപണത്തിൽ മറുപടിയില്ലാത്ത 4ാം നാളാണ്. ഒരു പോരാട്ടമുഖത്ത് ഈ നാട് കാക്കാൻ വേണ്ടി വന്നാൽ ഈ ജീവനങ്ങ് നൽകാം, ഷഹീദാകാം എന്ന മട്ടിൽ ചങ്കില ചോര പോലെ നമ്മൾ കാണുന്ന ഈ മഹാരാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എന്നെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ചോർഹേ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം തെരുവിൽ കേൾക്കേണ്ട ഗതികത്ത ഏതെങ്കിലും ഈസിക്കുണ്ടായോ? 100 കണക്കിന് കിലോ എന്ന മട്ടിൽ തള്ളിക്കൊടുത്തൊരു കടലാസു കൂമ്പാരം 6 മാസം പണിയെടുത്ത് ഈ ജനാധിപത്യത്തെ കഴിമരത്തിലേക്ക് കാട്ടിത്തെളിക്കുന്നോ എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടത് രാഹുലിനല്ല, കാലമേ ഈ രാജ്യത്തിനാണ്. എണ്ണിപ്പറഞ്ഞ ഉടായ്പകളൊന്നും കാര്യമായി നിരാകരിക്കാൻ പോലും കെൽപ്പുകെട്ട് മാപ്പില്ലെങ്കിൽ തൂക്കിക്കളയുമെന്ന ക്ലീഷേ വിരട്ടത് ആരോടാണ് സാറന്മാരെ? രാജ്യത്തിന് വേണ്ടി ചിതറിപ്പോയ സ്വന്തം അച്ഛന്റെ ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ അന്നത്തെ 21 കൈവറച്ചില്ല. പിന്നെയാണോ പല കാലങ്ങൾ കഴിഞ്ഞ് പല വേട്ടകൾ താണ്ടി തെരുവിൽ നെഞ്ചുവിരിച്ചവൻ 10 ഇണ്ടാസ് കണ്ടാലങ്ങ് വെട്ടുവിറക്കൽ, വാക്കുവിലക്കൽ? ആ പ്രിയങ്ക അന്നേ പറഞ്ഞതാണ്, ഈ രാഷ്ട്രീയ DNA വേറെയാണ് സർക്കാരെ, അത് ജീവത്യാഗത്തിന്റെ ജനിതകം, പേടിപ്പിക്കല്ലേ, ഡർനാമത് ഡറാവോ മത്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, 1 मैन 1 वोट की लड़ाई है। രാജീവ് പി നായർ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ VS സുനിൽകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ യുവരാജിലേക്ക് തന്നെ പോകുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, അതിലെ ആരോപണം എന്തുമാകട്ടെ, അതിൻ്റെ പ്രതികരണം, അതിൻ്റെ ക്ലാരിറ്റി എന്തുമാകട്ടെ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് മഹിതമായ പാരമ്പര്യമുണ്ട്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ മുതൽ ഇവിടം വരെ മഹിതമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യകാലത്ത് ഇന്നേ വരെ തെരുവിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കള്ളന്മാരുടെ കൂട്ടമാണ് എന്നൊരു ആരോപണം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കേട്ടിട്ടും ഈ ഉയർന്ന ആരോപണങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായ മറുപടി പറയാൻ വൈകൽ എന്തിനാണ്? യുവരാജ് ഗോകുൽ, എന്തിനാണ് ഈ പറയുന്ന സാക്ഷ്യപ്പെടുത്തിയ പരാതിക്കായുള്ള കാത്തിരിക്കൽ? ഹാഷ്മി, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പും ഒരുപാട് പേര് തിരഞ്ഞെടുപ്പുകൾ തോൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തോൽക്കുന്ന സാഹചര്യങ്ങളിൽ ആരും തന്നെ എന്താണ് നമുക്ക് പറ്റിയ പാളിച്ച, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയും ആ പഠിക്കുന്നതിനെ കൂടുതൽ മികച്ചതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ 2014 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് പരാജയം മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അണികളും തങ്ങളുടെ കഴിവുകേടിനെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ട് തോറ്റതല്ല സാർ, പകരം ഞങ്ങളെ ആരൊക്കെയോ ചതിച്ചതാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഔട്ടായാലും കയറിപ്പോവാതിരിക്കുന്ന ചില ആൾക്കാരെ പോലെ എന്താണ് ഞാൻ അങ്ങനെ അങ്ങ് തോറ്റതൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പൊതുജനത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്ന വലിയൊരു തന്ത്രമാണ്. പൊതുവിൽ രാഷ്ട്രീയങ്ങളോട് പറയല്ലേ, പൊതുവിൽ പറയല്ലേ,
തെരുവിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇവന്മാർ അല്ല, കള്ളന്മാരാണെന്ന് ഞാൻ പറഞ്ഞ ആരോപണം വളരെ വരുന്നത് specific- രാജ്യചരിത്രത്തിൽ അല്ല, ആദ്യമായാണ്. ഹാഷ്മി, രാജ്യചരിത്രത്തിൽ ആദ്യമായിരുന്ന ആരോപണമാണ്. എന്റെ ചോദ്യം ആയിക്കോട്ടെ. 1,52,000 രാജ്യചരിത്രത്തിൽ വെളിവില്ലാത്ത ഒരു പ്രതിപക്ഷ രാജ്യചരിത്രത്തിൽ നേതാവ് ആദ്യമായാണ് അതിന്റെ ഇത്തരത്തിൽ പ്രശ്നമാണ്. പ്രതിപക്ഷം എന്താണ് രാഷ്ട്രീയ രാജ്യചരിത്രത്തിൽ മുദ്രാവാക്യം ആദ്യമായിട്ടാണ് ഈസിക്കെതിരെ ഉയരുന്നത്. യുവരാജ് ഗോകുൽ രാജ്യചരിത്രത്തിൽ ഒരൊറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ളവോട്ട് എന്ന ആരോപണത്തിന് രാജ്യത്തിന് കൺവിൻസ് ചെയ്യാൻ മറുപടി പറയാൻ ഈസി തയ്യാറാവാത്തത് എന്താണ്? എന്തിനാണ് ശകുണ്ട്ര എന്ന് പറഞ്ഞ് ചെറിപ്പിക്കുന്ന നോട്ടീസ് അയച്ച് കളിക്കുന്നത്? ഹാഷ്മി, ഞാൻ മറുപടി പറയാമല്ലോ. ഹാഷ്മി സമാധാനപ്പെടൂ, ഞാൻ മറുപടി പറയാം. ഞാൻ ഇരിക്കുകയല്ലേ ഇവിടെ, ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞില്ലേ. രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പരാജിതനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 98 MP ജയിച്ചു കഴിയുന്ന സമയത്ത് ഞങ്ങൾ ജയിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് തോറ്റ ഒരു വിഭാഗം ആഘോഷം തുടങ്ങുന്നത്. അവർക്കൊപ്പം കുറച്ച് മാധ്യമങ്ങൾ അവർക്കൊപ്പം ആഘോഷം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മളെല്ലാം കണ്ടത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടയില്ല വെടി പൊട്ടിക്കൽ മാത്രമേ നടക്കുള്ളൂ. ആറ്റം ബോംബ് ണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. ഈ ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എതിർചേരിയിലാണ് ആറ്റം ബോംബ് ഇടുക. കാരണം എതിർപക്ഷത്താണ് കാഷ്വാലിറ്റി ഉണ്ടാകേണ്ടത്. എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരാളായി പോയി. അദ്ദേഹം ഒരു ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആദ്യത്തെ കാഷ്വാലിറ്റി അദ്ദേഹത്തിൻ്റെ സ്വന്തം പാളയത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്ത്, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി രാജിവെച്ച് പോകുന്ന തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന ആറ്റം ബോംബാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കേണ്ടത് പൊതുജനങ്ങൾക്കാണ്. ആ പൊതുജനങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. ഇവിടെ തയ്യാറാവുന്നില്ല. അല്ല, താങ്കൾ സ്വാഭാവികം പറഞ്ഞു അത് തന്നെയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല, ഈസിയും തയ്യാറാവുന്നില്ല. ഈസി തയ്യാറാവണ്ടേ? ശരി, ഞാൻ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ സാറേ, ഒരു മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ട് കള്ളവോട്ട്, അച്ഛന്റെ പേര് ABCDEFGH, വീട്ടുപേര് വട്ടപൂജ്യം, ഒരു മുറിയിൽ 80 പേര്. സാറേ, ഈസി മറുപടി പറയണ്ടെന്നേ. ബാക്കി പരാതി, ബാക്കി കാര്യം, ബാക്കി ജയിലിലടത്തിലൊക്കെ അവിടെ കിടക്കട്ടെ. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലല്ല, ഹാഷ്മിക്ക് ഞാൻ സംസാരിക്കാൻ പാടില്ല എന്നെന്തോ വാശിയുണ്ടെന്ന് തോന്നുന്നു. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തള്ളിക്കൊണ്ടുവരുന്ന കള്ളമുത്ത പൊളിഞ്ഞാലോ എന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ 6 മാസം കഷ്ടപ്പെട്ട് ഒരു മനുഷ്യനിരുന്നു കൊണ്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്ന്. കുറച്ച് നേരത്തെ ഒരു ന്യൂസ് ചാനൽ ടൈംസ് നൗ ആണ്, ടൈംസ് നൗവിൻ്റെ നവഭാരത്, അവരുടെ ഹിന്ദിയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് 6 മാസം കൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യം അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ റായ്ബറേലിയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അവർ റായ്ബറേലിയിലെ ഒരു ബൂത്തിൽ മാത്രം 0 എന്ന് പറയുന്ന ഹൗസ് നമ്പറുള്ള എത്രയോ വോട്ടർമാരെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പരാതി ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വീട്ടു നമ്പർ വട്ടപൂജ്യം എന്നുള്ളതിൽ ബിജെപിക്ക് പരാതിയില്ല. എല്ലാവർക്കും ധാരണയുണ്ട്. ഇല്ല, കാരണമുണ്ട്. അച്ഛന്റെ പേര് ABCD എന്ന കാര്യത്തിൽ ബിജെപിക്ക് ഒരു അസ്വാഭാവികത, പരാതിയുമില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാശ്മീർ, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കുക. എന്റെ പരാതിയും പരാതി ഇല്ലായ്മയൊക്കെ ഞാൻ പിന്നീട് അതിനുശേഷം വ്യക്തമാക്കാമല്ലോ. അപ്പം നമ്മളെ ആദ്യം പറയാൻ സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ ചർച്ചയുടെ ആരംഭത്തിലെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രയും വലിയ മിഷനറി ഒന്നുമില്ല. ഇന്ത്യയിലുള്ള 10 ലക്ഷത്തിലധികം ബൂത്തുകളിൽ പോയിട്ട് വോട്ടർമാരെ ചേർപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് ആ പ്രക്രിയ നടക്കുന്നത്? BLO, ബൂത്ത് ലെവൽ ഓഫീസർമാരെ വെച്ചിട്ടാണ്. ആരാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് പറയുന്നത്? അത് അതാത് സംസ്ഥാനങ്ങളിലുള്ള റവന്യൂ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സാണ്. പർട്ടിക്കുലർലി ഇപ്പോൾ പ്രധാനമായിട്ട് നടന്നു വരുന്നത് നോൺ ഗസറ്റഡ് റാങ്ക് ഓഫീസേഴ്സിനെയാണ് BLO ആയിട്ട് നിയമിക്കുന്നത്. ഈ BLOയുടെ പണി എന്താണ്? നമ്മളിപ്പോൾ വോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പോയിട്ട് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ BLO ആണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതും നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതും. ഈ BLO പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ്. 10 ലക്ഷത്തിലധികം ബൂത്തുകളിൽ വരുന്ന 10 ലക്ഷത്തിലധികം വരുന്ന BLOമാർ. ഈ BLOമാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബൂത്തിലെ BLO എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾ BJP-കാരനായിരിക്കും, തൊട്ടടുത്ത BLO എന്ന് പറയുന്ന ആൾ CPM-കാരനായിരിക്കും, അതിൻ്റെ അപ്പുറത്തെ ആൾ കോൺഗ്രസ്സുകാരനായിരിക്കും, ഇനി മറ്റൊരാൾക്ക് രാഷ്ട്രീയമേ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ 10 ലക്ഷത്തിലധികം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു പ്രോസസ്സാണത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ 10 ലക്ഷം പേരോട് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് ആകില്ല. എന്നാലും പറഞ്ഞു എങ്ങനെ വിശദീകരിച്ചാലും ഒന്നും മെനയാവുന്നില്ല. അതോ മനസ്സിലാകാത്തത് പോലെ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എത്ര വിശദീകരിച്ചിട്ടും മെനയാവുന്നില്ല. അത് താങ്കൾക്കും അറിയാം യുവരാജ് ഗോപി. താങ്കൾ തന്നെ അന്തം വിട്ടിരിപ്പാണ്. താങ്കൾ തന്നെ ഉള്ളിൽ അന്തം വിടുന്നു. ഒറ്റ മണ്ഡലത്തിൽ എന്റെ ദൈവമേ 1 ലക്ഷം കള്ളവോട്ടോ എന്ന് താങ്കൾ തന്നെ അന്തം വിടുകയാണ്. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുക?
ഇല്ല, ഞാൻ 1,00,000 കള്ള വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ് സഹിതം കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ 1,00,000 കള്ള വോട്ടെന്നൊക്കെ പറയുന്ന ആരോപണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. നോക്കൂ, രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും കർണാടക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരൊറ്റ മണ്ഡലം എടുത്തു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ പോയിന്റ് എന്താണെന്ന്. അതായത് അവിടെയുള്ള 8 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്ത് 7 എണ്ണം കോൺഗ്രസ് ലീഡ് ചെയ്തു, 1 എണ്ണം മാത്രം BJP ലീഡ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നയാൾ ഈ രാജ്യത്തിന്റെ മുമ്പ് നിന്ന് ശുദ്ധ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവിടെ 4 എണ്ണം BJP 4 എണ്ണം കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഹാഷ്മിയെ പോലുള്ള ആംഗേഴ്സ് അതിനെ ഒന്നും കണ്ടില്ല എന്നടിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് 2023 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അതായത് കോൺഗ്രസ് അവിടെ കംഫർട്ടബിളി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാർ BJPയെ പരിഹസിച്ചതാണ്. നരേന്ദ്രമോദി ഇത്രയും അഗ്രസീവായിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ക്യാമ്പയിൻ നടത്തുന്നത് കണ്ടിട്ടില്ല. അവരുടെ പ്രസ്റ്റീജ് ബാറ്റിലായിരുന്നു, എന്നിട്ടും അവർ തോറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2023 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ BJP അവിടെ ഭരിച്ചിട്ട് പോലും ഈ പറയുന്ന ഹാഷ്മിക്കാവട്ടെ, മാധ്യമങ്ങൾക്കാകട്ടെ, രാഹുൽ ഗാന്ധിക്കാകട്ടെ ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു. ഇവരുടെ പരാതിയും പരിഭവം എപ്പോഴാണ് വരുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവർക്ക് പരാതി പരിഭവം വരുന്നത്. ആരാ സംസ്ഥാന സർക്കാർ അല്ലല്ല, പോവരുത്. താങ്കൾക്ക് മനസ്സിലായി, താങ്കളുടെ അജണ്ട പൊളിയുന്നു. മാസക്കാലം എന്ന് പറയുന്നത് കർണാടക സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരുടെ റവന്യൂ വകുപ്പിന്റെ കീഴില് കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന BLOമാരായിട്ട് പണിയെടുത്തിരിക്കുന്നത്. കാണിച്ചിരിക്കുന്ന കള്ളത്തരമാണെന്നേ. നിങ്ങൾക്ക് ഇല്ല, എന്റെ പ്രശ്നം അതല്ലെന്നേ. കോൺഗ്രസോ BJPയോ, യുവരാജ് ഗോഖലെ കോൺഗ്രസോ BJPയോ വോട്ടർ പട്ടികയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCD EFG AEIOU കജടതബ അല്ലെങ്കിൽ നാക്കോസെ കേക്കോക്കി മേമ്പർ കേലിയെ പോലെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേര് വരുന്നു. വീട്ടഡ്രസ്സിന്റെ കാലത്ത് 1 0 2 0 3 0 0 0 0 വരുന്നു. ഇതിൽ BJPക്ക് ഒരു പരാതിയില്ല അല്ലേ? BJPക്ക് എന്ന് ഇപ്പൊ റായ്ബറിലെ കാര്യം ഞങ്ങൾ പറഞ്ഞു. യുവരാജ് റായ്ബറിലെ കാര്യം യുവരാജ് പറഞ്ഞു. റായ്ബറിലെ കാര്യം യുവരാജ് പറഞ്ഞു. അതിൽ BJPക്ക് പരാതിയില്ല. യുവരാജ് റായ്ബറയിലെ കാര്യം യുവരാജ് ഇപ്പൊ പറഞ്ഞു. എന്താണ് വീട്ടുപൂജ വട്ടപ്പൂജയുള്ള കാര്യം നോർമലൈസ് ചെയ്യുക. അതിലും യുവരാജിനോ BJPക്കോ പരാതിയില്ല അല്ലേ? തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ എന്ന് പറയുന്നു, എന്റെ പേരിൽ എന്റെ ഫ്ലാറ്റിൽ 9 കള്ളവോട്ട് ചേർത്തു. BJPക്ക് പരാതി ഉണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് പരാതിയുള്ളത് വളരെ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പ്രസ് മീറ്റ് വന്നിട്ടുണ്ട്. ഇത്ര ലക്ഷത്തിലധികം കള്ളവോട്ടുകളും വോട്ടെടുപ്പുകളും ഇവിടെ ഉണ്ട്, ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറയും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത്തരത്തിലുള്ള വോട്ടേഴ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്നേജന്റുമാർക്ക് ചലഞ്ച് ചെയ്യാൻ അറിയാമെന്ന്. ഒറ്റ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഭർത്താവുണ്ട്, പേര് താങ്കൾക്കറിയാം, പരകാല പ്രഭാകരൻ. മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞാണ് കേട്ടോ, തെരഞ്ഞെടുത്ത 79 ലോക്സഭാ സീറ്റുകളിൽ ക്രമക്കേട് ജയിച്ചു എന്നാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ്. അതിലൊന്ന് തൃശ്ശൂരാണെന്ന് പറഞ്ഞു ധനമന്ത്രിയുടെ ഭർത്താവാണ്. പോട്ടെ, വിട്ടേക്ക്. നിങ്ങളുടെ പാർട്ടിയുടെ കഴിവേടാണെന്ന് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒരു മന്ത്രി രാജിവെച്ചു. പരകാല പ്രഭാകർ പറഞ്ഞു. നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറഞ്ഞതാണ് 79 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത്. രാഹുൽ പറഞ്ഞപ്പോഴല്ല, അതിന് മാസങ്ങൾക്ക് മുന്നേ. രാഹുൽ പറഞ്ഞപ്പോഴല്ല, അതിന് മാസങ്ങൾക്ക് മുന്നേ അങ്ങയുടെ ധനമന്ത്രിയുടെ, നമ്മുടെ ധനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞു 79 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് ഉടായ്പ കാണിച്ചു. അതിലൊന്ന് തൃശ്ശൂരാണ്. കേസെടുക്കും പരകാല പ്രഭാകരനെതിരെ. മന്ത്രിയുടെ ഭർത്താവോ നോക്കൂ, അത് അവരുടെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവിനെതിരെ കേസെടുക്കുമോ? തമ്മിലുള്ള ഈഗോ ഇഷ്യൂ വെച്ച് പറയുന്ന കാര്യത്തിലേക്ക് 79 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് ഉടായ്പ കാണിച്ച് ജയിച്ചു അധികാരത്തിലേക്ക് വന്ന സർക്കാർ എന്ന് ധനമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞതിൽ കേസെടുക്കാൻ പറയുമോ BJP? എങ്കിൽ ധനമന്ത്രിയുടെ ഭർത്താവിന് പരാതി കൊടുക്കാൻ പറയണം ലീഗലി കൃത്യമായിട്ട്. അതിന് പറ്റുന്നില്ലല്ലോ. അല്ല, ധനമന്ത്രിയുടെ രാഹുലിനെതിരെ കേസെടുക്കാൻ ധൈര്യമില്ല, ധനമന്ത്രിയുടെ ഭർത്താവിനെതിരെ കേസെടുക്കാൻ ധൈര്യമില്ല, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വിട്ടേക്കൂ. ധനമന്ത്രിയുടെ ഭർത്താവിനെതിരെ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി പലരും പല ആരോപണങ്ങൾ ഉന്നയിക്കും. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ മുഴുവൻ കൊണ്ടുപോയി.
നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്കെടുക്കാ പറഞ്ഞേ 79 സീറ്റുകൾ തെരഞ്ഞെടുത്ത് നിർവ്വകേട് കാണിച്ച് ഉടായ്പ കാണിച്ച് ജയിച്ചതാണ് നരേന്ദ്രമോദി മൂന്നാം തവണ എന്ന് പറഞ്ഞത് അങ്ങയുടെ ധനമന്ത്രിയുടെ ഭർത്താവാണ്. പഴയ BJP-കാരനാണ് പരകാല പ്രഭാകരൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പരാതിയുണ്ട്, അതുകൊണ്ട് മാത്രം ആൾക്കാരെയൊക്കെ പിടിച്ചാത്തിടാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന കാശ്മീർ BJP-യിലെ പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പരേതാത്മാക്കൾ ഉൾപ്പെടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു എന്നുള്ള പരാതി BJP ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എല്ലാവരും പിടിച്ച് അകത്തിടാൻ പറ്റുമോ? ആരോപണം ഉന്നയിക്കാം. ആരോപണത്തിനകത്ത് തെളിവ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആരോപണം കൃത്യമായിട്ട് സാധൂകരിക്കപ്പെടുന്നത്. ഓക്കെ, രാജു പി നായർ ഇന്ന് എത്ര തീയതി? ഇന്ന് 11-ാം തീയതിയാണ്. ഇത് 7-ാം തീയതി ആയിരുന്നു അല്ലേ? ഇന്ന് 11-ാം തീയതി. 7-ാം തീയതി ആയിരുന്നു വാർത്താ സമ്മേളനം. 8, 9, 10, 11 4 ദിവസമായിട്ടുണ്ട്. 1,52,000 കള്ളവോട്ട്. ഏതൊക്കെ വഴിയിൽ അച്ഛൻ്റെ പേര് ABCD എന്നുള്ള എത്ര വോട്ട്, വീട്ടുപേര് വട്ടപൂജ്യം എന്നുള്ള രീതിയിൽ എത്ര വോട്ട്, എന്താണ് ഒറ്റമുറി വീട്ടിൽ 80 പേരെന്നടക്കമുള്ള എത്ര വോട്ട്, ഫോം 16 ദുരുപയോഗം ചെയ്തുണ്ടാക്കിയ എത്ര വോട്ട്, ഈ പറഞ്ഞ ശകുണ്ട്രായി അടക്കം എത്ര വോട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കമാന്ന് മിണ്ടിയിട്ട് ലേസി. ശകുണ്ട്രായുടെ കാര്യത്തിൽ തെളിവ് കൊണ്ടുപോകാൻ രാഹുലിനോട് പറയുന്നതല്ലാതെ ശ്രീ രാജു പി നായർ അവിടെ കർണാടകയിൽ നിങ്ങളുടെ രാജണ്ണ മന്ത്രി രാജിവെച്ചതോട് ചേർത്ത് പറഞ്ഞോളൂ. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ, രാജു പി നായർ? ഹാഷ്മി, ആദ്യം ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പരകാല പ്രഭാകരൻ എറണാകുളത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ നടന്നു. ആ ഇൻറ്ററാക്റ്റീവ് സെഷനകത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഈ ഭാര്യ കേന്ദ്രമന്ത്രിയായി നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളെയും തീരുമാനിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നു, അങ്ങ് ഭർത്താവ് എന്ന രീതിയിൽ ഇതിനോടെല്ലാം എതിർക്കും, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ എന്ന് ചോദിച്ചു. അന്ന് പരകാല പ്രഭാകരൻ മറുപടി പറഞ്ഞത്, നിങ്ങളുടെ പക്വതയില്ലാത്ത കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല, എൻ്റെ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അല്ലെങ്കിൽ ചോദ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ പരകാല പ്രഭാകരന് പക്വതയും രാഷ്ട്രീയം എന്താണെന്നുള്ള ബോധ്യവുമുണ്ട്. ദൗർഭാഗ്യവശാൽ BJP-യുടെ പ്രതിനിധി ശ്രീ യുവരാജ് ഗോകുലിന് അതില്ലാതെയായിപ്പോയി. ധനകാര്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും തമ്മിലുള്ള ഈഗോ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അതൊരു വലിയ വാർത്തയാണ്. നിർമ്മലാ സീതാരാമന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് BJP അംഗീകരിക്കുന്നത് വലിയ വാർത്ത. പക്ഷേ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങൾ ഒരിക്കലും അല്ലല്ല ഹാഷ്മി, അതല്ല നമ്മൾ രാഷ്ട്രീയമായൊരു അല്ല, അത് ഞാൻ പറഞ്ഞത് അത് മാന്യതയുടെ പ്രശ്നമാണ്. നമ്മളൊരു മനുഷ്യൻ എത്രമാത്രം മാന്യനാണ് എന്ന് അളക്കുന്നത് ഇത്തരത്തിലാണ്. കാരണം രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി പറയുക, ആ രാഷ്ട്രീയം പരകാല പ്രഭാകരൻ പറയുന്നത് ഇവർക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം നേതാവിൻ്റെ ഈഗോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നതിന് തുല്യമാണ്. നമുക്കതിനകത്തൊന്നും പറയില്ല. പക്ഷേ ഞാനൊരു ചർച്ചയിലുള്ള മാന്യതയെക്കുറിച്ച് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്, വളരെയധികം ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. കാരണം ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ ആ പറയുന്ന മേൽവിലാസത്തിൽ പോയി ആ അപേക്ഷകൻ അവിടെ താമസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രേഖകൾ പരിശോധിച്ച് അയാൾ അവിടെ താമസിക്കുന്നു ഉറപ്പ് വരുത്തിയിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് BLO ആണ്. ആ BLO ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വലിയ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലാണത്. ഇനി എനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ എനിക്കൊരു സംശയവും എൻ്റെ ആശങ്കയുമായി മാറുന്നത്, ഇന്ത്യയിലെ NIA, NSG, അതുപോലെ തന്നെ SPG, CRPF ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് ഇതിലും, അതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സംരക്ഷണം ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നവരാട്ടോ. ഇതെല്ലാം ഡെപ്യൂട്ടേഷനിലാണ്. നാളെ ഏതെങ്കിലും ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ഈ സർക്കാർ എഴുന്നേറ്റു എന്ന് പറയുമല്ലോ, ഞങ്ങളുടെ എല്ലാ ഡെപ്യൂട്ടേഷനാണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുസ്വത്തുക്കളായ നേതാക്കന്മാരുടെ ജീവിതം തന്നെ ഇവരുടെ കയ്യിൽ എന്താവും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു ആശങ്ക കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇനി BLOമാർ ചേർക്കുന്നത് മുഴുവൻ ചേർക്കണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, നമ്മളൊരു വലിയ AI-യുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറേ ആൾക്കാരെ വിട്ടിട്ട് ചേർപ്പിക്കാൻ വേണ്ടി വിടുമ്പോൾ ആ വരുന്ന ഡാറ്റയുടെ സാങ്ക്ടിറ്റി എന്താണെന്ന് പരിശോധിക്കാൻ ഇന്ന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 0 വീട് നമ്പറുകൾ ഇങ്ങോട്ടേക്ക് ലക്ഷക്കണക്കിന് വീട് നമ്പർ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയാൻ സാധിക്കുമല്ലോ. ഒരു എക്സൽ ഷീറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്വർട്ടി ബോർഡും അല്ലെങ്കിൽ DPP എന്നൊക്കെ പറയുന്ന കുറേ സംഖ്യകളുടെ അച്ഛന്മാരൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ അച്ഛൻ DPPയും ക്വർട്ടിയും അതുപോലെ തന്നെ DFG ഒക്കെ വരുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടാവുമോ എന്നുള്ളതൊരു പഠനം, ഒരു കൗതുകത്തിനെങ്കിലും നോക്കണമല്ലോ. അപ്പം ഇതൊന്നും ചെയ്യാതെ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയോ കിട്ടുന്നത് എടുത്തു വെച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സാധുത പകർന്നിരിക്കാം. അദ്ദേഹം പറയാതെ പറയുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ്. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നതിൽ വരുന്ന ബെനിഫിഷ്യറി മുഴുവൻ BJP ആയി മാറുന്നു എന്നുള്ള. നിങ്ങൾ പോയിട്ട് കർണാടകയിൽ പോയി ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വീടുകൾ ആ റൂമിൽ ഉൾപ്പെടെ 80 വോട്ടുകൾ ഉള്ളിടത്ത് പോയി സ്റ്റോറി പലരും ചെയ്തല്ലോ. അവിടുത്തെ ആ പറയുന്ന ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ആൾ BJPക്കാരനാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ന് മറ്റൊരു മാധ്യമം അതിന് തൊട്ടപ്പുറത്ത് ഒരു ഒറ്റ മുറിയിൽ 300 ചില്ലാനം വീടുകൾ ചേർത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നു അവിടെയും ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ BJPക്കാരനാണ്. അപ്പോൾ നാട്ടിൽ ഈ നടക്കുന്ന കള്ളവോട്ടുകൾ ചേർക്കുന്നതെല്ലാം, അസ്വാഭാവിക വോട്ടുകൾ ചേർക്കുന്നതെല്ലാം BJPക്കാരായി മാറുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ഈ എന്താ പറയുക റായ്ബറേലിയിൽ അവരെത്രോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് പരാതിയില്ല, കാരണം അതവർക്കറിയാം. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു കള്ളവോട്ടുകളിലൂടെയാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്നവരാണ് ഇവർ, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നവരാണ്. അപ്പം ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? ഇവർ മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞവർ, ഈ സ്മൃതി ഇറാനി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉൾപ്പെടെ മത്സരിച്ചത് മണ്ഡലങ്ങളിലാണല്ലോ ഇപ്പോൾ ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്കത് കണ്ടു. അവിടെ എന്താ സംഘടനയില്ലേ? അവിടെ സംഘടന ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുക എന്നുള്ള ഇവരുടെ കണക്കായിട്ട് മാറുകയാണ്. നോക്കൂ, ADRഉം VDFും ഉൾപ്പെടെ പറഞ്ഞ കണക്കുകൾ നിങ്ങൾ നോക്കൂ. തെരഞ്ഞെടുപ്പ് ദിവസം വന്നു വൈകുന്നേരം പ്രഖ്യാപിച്ച കണക്കും ഔദ്യോഗികമായി ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ സാങ്കേതിക വിദ്യകളുള്ള സമയത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളെല്ലാം ഉള്ള സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കേണ്ട ഒറിജിനൽ ആയിട്ടുള്ള ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വോട്ടിൻ്റെ കണക്ക് പ്രഖ്യാപിക്കേണ്ടത് 11 ദിവസവും 5 ദിവസവും കഴിഞ്ഞാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ 7 ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ച കണക്കും തമ്മിൽ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച 86,000 വോട്ട് കേരളത്തിൽ ആ വ്യത്യാസമുണ്ടെന്നുള്ളതും അത് തൃശ്ശൂരാണെന്ന് നേരത്തെ പറയപ്പെട്ടതും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. 5 കോടി വോട്ടുകൾ ആ പ്രഖ്യാപിച്ച ദിവസവും പിന്നീട് വന്നതായിട്ട് വ്യത്യാസം ഉണ്ടായി. ഓരോ സംസ്ഥാനത്തും 10 മുതൽ 12.5% വരെയായിരുന്നു വോട്ട് കണക്കിൻ്റെ വ്യത്യാസം. സാധാരണ ഉണ്ടാകുന്നത് 0.25%. ചെറിയ വ്യത്യാസം വരും, 0.25%. മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം 12% ഈ വ്യത്യാസമുണ്ട്. അവിടെയെല്ലാം BJP ക്ലീൻ സ്വീപ്പാണ്. കർണാടകയിലെ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിലൊക്കെ മാത്രം അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു ആഷ്മി, ഞാൻ ഇതിലേക്ക് പറയാം. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്രമാത്രം വ്യത്യാസം ഉണ്ടായപ്പോൾ BJP തൂത്തുവാരി. ഉത്തർപ്രദേശിൽ അത് 0.25% കണക്കുകളുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഉത്തർപ്രദേശിൽ 0.25% പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തർപ്രദേശിൽ മുഴുവൻ BJP തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു ടെസ്റ്റ് കേസാണ്. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായാൽ BJPക്ക് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതും 10 മുതൽ 12% വരെയുള്ള വ്യത്യാസത്തോടു കൂടി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടപ്പോൾ BJPക്ക് ലഭിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വരുന്നു. പിന്നെ അങ്ങ് സൂചിപ്പിച്ച കർണാടകയിലെ മന്ത്രിയുടെ കാര്യം, ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാവരും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചത് ആ പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കാര്യോപദേശക സമിതി വിളിച്ചിരുന്ന സമയത്ത് ഒറ്റേറെ സമയം യുവരാജ് ഗോകുലിന് കൊടുത്തു. എനിക്ക് അല്പം പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരാൾ രാജിവെച്ച് പോയതിനു ശേഷം ഇന്ത്യയിലെ ഒരു മാധ്യമവും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അങ്ങനെ നടക്കുന്ന ഒരു ഭരണമാണ്, മനസ്സിലായി? അങ്ങനെ നടക്കുന്ന ഒരു ഭരണത്തിൽ ഞങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ ഡിസോൺ ചെയ്യുന്നു. ഇപ്പൊ ഹെഗ്ഡേവാർ കോൺഗ്രസ് ആയിരുന്ന ആള് പിന്നീട് മാറിയിട്ട് ബ്രിട്ടീഷ് സർക്കാരിന് സഹായം ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ കൂടി ഇല്ലേ? അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടോ? ഇല്ല. ഓക്കെ, ഞാൻ രാജു പിന്നാർ VS സുനിൽകുമാർ നേരത്തെ രാജു പിന്നാർ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന എന്താണ് പോൾ ചെയ്യപ്പെട്ട വോട്ടും എണ്ണപ്പെട്ട വോട്ടും തമ്മിലെ ഡിഫറൻസ് 5 കോടിയാണ്. ആ 5 കോടി വോട്ട് എന്ന് പറയുന്നത് രാജ്യം മൊത്തത്തിലല്ല, അത് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലത്തിൽ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിൽസിലേക്ക് പോലെ ചിലപ്പോൾ യുവരാജ് അവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നമാണെന്ന് പിന്നെയും പറയുമെന്ന് അറിയില്ല. പോട്ടെ. VS സുനിൽകുമാർ, അങ്ങൊക്കെ എല്ലാ കാലത്തും എന്താണ് രാഷ്ട്രീയ പ്രക്ഷുബ്ധ യൗവനമായി നടക്കുന്ന ആളല്ലേ VS സുനിൽകുമാർ? ഒരു ഫ്ളാറ്റ് വിലാസത്തിൽ ചേർത്ത് കള്ളവോട്ടാണ്, 9 കള്ളവോട്ടാണെന്ന് പ്രസന്ന അശോക് എന്ന വീട്ടമ്മ പറയുകയാണ്. കളക്ടർക്ക് പരാതി കൊടുത്തു, നേരത്തെ നാളെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന വീട്ടമ്മ പറയുകയാണ്. മറ്റൊരു ചാനൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ബൂത്ത് നമ്പർ 36 വാട്ടർലി അപ്പാർട്ട്മെന്റ് കുറേ ഒഴിഞ്ഞുകിടപ്പാണ്. ശ്രീഹരി K. നായർ, മായ രാംദാസ് എന്നിവർ അവിടെ താമസിക്കുന്നുണ്ടെന്ന കാര്യം അറിയില്ല. ജപ്തി ചെയ്ത ഫ്ളാറ്റിൽ വോട്ട് ചേർത്തു എന്ന് പറയുകയാണ്.
എതിർ സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ പോവണ്ടേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോയി പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രീ വി എസ് സുനിൽകുമാർ, നമ്മുടെ കേരളം ഇതിൽ നിന്നൊക്കെ ഇമ്മ്യൂണാണ് എന്ന് നമ്മൾ കരുതുന്നത് വെറുതെയാണോ? ഈ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഡൽഹിയിൽ നടന്നിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരനാകേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടന നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെയാണ് BJPയുടെ ഗവൺമെൻറ്, അത് ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമായിരിക്കേണ്ട, സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ആ സ്ഥാപനത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ചീഫ് ജസ്റ്റിസിൽ നിന്ന് മാറി ഇന്ത്യയുടെ ഭരിക്കുന്ന കക്ഷിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി തീരുമാനിക്കുന്ന വ്യക്തിയായി മാറുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പദവി മാറിയതോടുകൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മരണമണി അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച അടക്കമുള്ള ഓരോ കാര്യങ്ങളും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ആറാമത്തെ ഫോം പ്രകാരം ചേർക്കുന്ന വോട്ടുകളിൽ നടത്തിയിരിക്കുന്ന മാനിപ്പുലേഷനാണ്. പലതരം മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് അവർ ഓരോ സ്ഥലത്തും വിജയമുണ്ടാക്കിയതെന്നത് ഓരോ സ്ഥലത്തും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൽ അവരെങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ അതിലൊരു മാനിപ്പുലേഷൻ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ്റെ നിയമപ്രകാരം. എന്തിനാണ് ഹാഷ്മി നമ്മൾ പാർലമെൻറ്റിന് ഒരു അതിർത്തി ഉണ്ടാക്കുന്നത്? എന്തിനാണ്? പാർലമെൻറ്റ് മണ്ഡലത്തിന് അതിർത്തിയുണ്ട്, അസംബ്ലി മണ്ഡലത്തിന് ഒരു അതിർത്തിയുണ്ട്, പഞ്ചായത്ത് വാർഡിന് അതിർത്തിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിന് അതിർത്തിയുണ്ട്, ജില്ലാ പഞ്ചായത്ത് വാർഡിന് അതിർത്തിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന അവിടെ സ്ഥിരതാമസക്കാരായിരിക്കുന്ന പൗരന്മാർക്ക് 18 വയസ്സ് പൂർത്തീകരിക്കുന്ന ആളുകളിൽ നിന്നാണ് ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത്. ആ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർ ആ മണ്ഡലത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്, അവർ അവിടെയുള്ള ഓർഡിനറി റെസിഡൻസി ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരെ ചേർക്കുമ്പോൾ അതിന് നിബന്ധന വയ്ക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്താണെന്ന് അറിയാമോ? ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെ പുറത്താക്കി. എന്താ കാരണം? 65 ലക്ഷം വോട്ടർമാർ അവരുടെ വോട്ടറാണെന്ന് അവർക്ക് തെളിയിക്കണമെങ്കിൽ അവരുടെ ID പ്രൂഫ് കൊടുത്താൽ, അതായത് അവരുടെ വോട്ടർ ID കൊടുത്താൽ പോരാ, അവിടെ റേഷൻ കാർഡ് കൊടുത്താൽ പോരാ, ആധാർ കാർഡ് കൊടുത്താലും നിങ്ങൾക്ക് അവിടെ വോട്ടർ ആധാർ പോരാ. അവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മെട്രിക്കുലേഷൻ പാസ്സായോ തോറ്റോ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ നിരക്ഷരരായിരിക്കുന്ന ബീഹാറികളോട് പറയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുത്താലേ നിങ്ങൾക്ക് വോട്ട് കിട്ടൂ എന്ന് പറയാണ് ബീഹാറിൽ. അങ്ങനെ 65 ലക്ഷം പാവപ്പെട്ട മുസ്ലിങ്ങളടക്കമുള്ള മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ പുറത്താക്കി അവിടെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി അതേ ഇലക്ഷൻ കമ്മീഷനാണ് BJPയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പുറത്തുള്ള BJPയുടെയും RSSൻ്റെയും കേഡർമാർ കൂട്ടമായി ഇവിടേക്ക് വന്ന് പല ഫ്ലാറ്റുകളിൽ അവർ താമസക്കാരാണെന്ന് വ്യാജമായി വരുത്തി അവർ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയാമോ ആഷ്മി? അവർ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർപ്പിടത്തിൽ നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന 50 പൈസയുടെ പോസ്റ്റ് കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് വോട്ടറാകാം. അതായത് BJPക്ക് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ പറയുകയാണ് നിങ്ങളുടെ പോസ്റ്റൽ കാർഡ് കിട്ടിയാൽ മതിയെന്ന്. നമ്മൾ വിചാരിക്കും ഇവിടെ അത് മാത്രമല്ല, ഒരു തെരുവിൽ കിടക്കുന്ന ഒരാൾക്ക് വോട്ട് കിട്ടും. നല്ല കാര്യമാണ് ഹാഷ്മി. വാസ്തവത്തിൽ ഇവർക്കൊക്കെ വോട്ട് കൊടുക്കണം. എന്താണ് പറയുന്നത്? ബൂത്ത് ലെവൽ ഓഫീസർ ആ തെരുവിൽ അന്തിക്കാട്ടെ ബസ് സ്റ്റോപ്പിൽ ഒരാൾ കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുക ദിവസവും. അയാൾ വോട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ ആ ബസ് സ്റ്റോപ്പിൽ തന്നെയാണോ ഈ കക്ഷി കിടന്നുറങ്ങുന്നതെന്ന് 2 ദിവസം ബൂത്ത് ലെവൽ ഓഫീസർ പോയി പരിശോധിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അയാൾ വോട്ട് കൊടുക്കണം. വോട്ടിന് അവകാശം ഉണ്ടെങ്കിൽ അല്ല. ഞാൻ ആഷ്മി ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിബന്ധനകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വോട്ട് കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ തയ്യാറാകുമ്പോൾ ബീഹാറിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അത് മാത്രം, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങൾ എന്ത് വേണം, ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാണ്. അതാണ് ഇരട്ടത്താപ്പ്. സത്യത്തിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്നത് ഭരണഘടനയോ നിയമങ്ങളോ അല്ല. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ മുതലാളിമാർ, മേലാളന്മാർ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഭരണഘടനാ സ്ഥാപനം മാറുന്നുണ്ടോ എന്ന് ഭയപ്പെടും വിധത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ആശ്മി മനസ്സിലാക്കണം. ഈ ഇലക്ഷൻ കമ്മീഷൻ 2024 ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് നേതാവ് രാജു പി നായരോട് ചോദിച്ചു നോക്കൂ, മുമ്പ് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടായിരുന്നോ? ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടായിരുന്നോ? 2024 ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും വന്നു. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അതുണ്ടോ? അതില്ല.
പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾക്ക് വോട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പുതിയ വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അവിടെ ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം. ഹിയറിംഗ് വിളിക്കുമ്പോൾ അവിടെ നിങ്ങൾ എല്ലാം റെലവൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കിയാലേ പറ്റുള്ളൂ. അവിടെ പോസ്റ്റ് കാർഡ് കൊണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല. ഈ പാർലമെൻറ്റിന് അത് ബാധകമല്ല. പിന്നെ മുമ്പ് നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സംശയം തോന്നുകയാണ്. നമുക്ക് സംശയം തോന്നിയാൽ നമുക്ക് 2 രൂപ കെട്ടിവെച്ചാൽ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയുള്ള പരാതി പരിഹാര സംവിധാനം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് നിങ്ങൾ അരിവാൾ ദാനിക്കൽ വോട്ട് കുത്തിയാൽ പിന്നെ VVPAT-ൽ താമരയാണ് കണ്ടതെങ്കിൽ നിങ്ങൾ ഉടനെ പരാതി കൊടുക്കാൻ പറ്റുമോ? 12,000 രൂപ എൻ്റെ ചോദ്യമാണ്. അതിനെ സംബന്ധിച്ച് 2 ആഴ്ച മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവിറക്കി. ആഷ്മി അറിഞ്ഞോന്നറിയില്ല. നിങ്ങൾ പരാതി കൊടുക്കണമെങ്കിൽ എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ അയച്ചിരിക്കുന്ന ഈ നോട്ടീസിൽ പറയുന്നത് പോലെ നിങ്ങൾ ഒരു അഫിഡവിറ്റ് എഴുതി കൊടുക്കണം. എന്താ അഫിഡവിറ്റ്? നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കെതിരായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകും. 12,000 രൂപയും GST-യും കെട്ടിവെച്ച് 12,000 രൂപയും GST-യും 1 രൂപ 2 രൂപയല്ല, 12,000 രൂപയും GST-യും കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് EVM-നെ പറ്റി പരാതി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ഒരു വോട്ടർക്കോ ഒരു ബൂത്ത് സെക്രട്ടറിക്കോ ഒരു കമ്മിറ്റിക്കോ നിങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരു 10 ബൂത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 2 ലക്ഷം 1,20,000 രൂപയും 18% GST-യും കെട്ടിവെക്കണം. എങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ പരാതിക്കാർ അങ്ങോട്ട് വരാത്ത വിധത്തിൽ അതിൻ്റെ പഴുതടക്കുക എന്നുള്ളതാണ്, ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾക്ക് നോട്ടീസ് അയക്കുകയാണോ വേണ്ടിയിരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് നോട്ടീസ് അയച്ചല്ലോ. ഞാൻ പരാതി കൊടുത്തിട്ടാണോ? ഇത്രയും ജാഗ്രത കാണിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളോ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അഗ്നിശുദ്ധി വരുത്തി. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടനായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് നിങ്ങൾ പറയുന്ന പോലെയല്ല. ഇതാണ് ശരി എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സുവമോട്ടൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പിന്നെ ഉത്തരവാദിത്തമില്ലേ? പരാതി കൊടുത്താൽ രാഹുൽ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു തർക്കമാക്കത്തില്ല. രാഹുൽ പറയുന്ന തെറ്റാണെങ്കിൽ VS സുനിൽകുമാർ പറയുന്ന തെറ്റാണെങ്കിൽ പിടിച്ചകത്തിട്, ഒരു തർക്കമാക്കത്തില്ല. തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നോട്ടീസ് കൊടുക്കുന്നത്? നിങ്ങൾ അകത്തിടൂ. നിങ്ങൾ എന്തിനാണ് നോട്ടീസ് കൊടുക്കുന്നത്? എന്തിനാണ്? രാഹുൽ ഗാന്ധി പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധിയെ ഇന്ന് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇത് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുകമറ സൃഷ്ടിക്കലാണ്. എന്തിനാണ് നിങ്ങൾ ഇത് നാളെ ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തില്ല, നിങ്ങൾ പറയുന്നത് എന്താ? സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയും എന്ത് പറയും? അവർക്ക് ധൈര്യമില്ലാതെ തെളിവില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. സത്യവാങ്മൂലം കൊടുത്താലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ച് അകത്ത് ഈ നിയമപരമായ മാർഗത്തിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ചിട്ട് കാര്യമില്ല. പോരാട്ടമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. അല്ല, ഇവിടെ ഒരു മിനിറ്റ് BJP നേതാക്കന്മാർ ഒറ്റ മിനിറ്റ് കാശ്മീർ BJP നേതാക്കന്മാർ പറയുന്നത് എന്താ? ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തോറ്റവരുടെ കരച്ചിലാണെന്നാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തെ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, തോൽക്കുന്നതും ജയിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. നിങ്ങൾ ഇലക്ഷൻ തോൽക്കുന്നതും ജയിക്കുന്നത് എങ്ങനെയാണ്? അത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് തന്നെ തോൽവിക്കും ജയത്തിനും ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അതെങ്ങനെ വേണം? ഒരു ലെവൽ പ്ലേ വേണം. എങ്ങനെ? ട്രാൻസ്പെറൻ്റായ, സുതാര്യമായ, പക്ഷപാതരഹിതമായ, നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിന് കീഴിൽ നടന്നിരിക്കുന്നു എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിന് തോൽവിക്കും ജയത്തിനും നിങ്ങൾ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തിയതിനു ശേഷം ക്രെഡിബിലിറ്റി പ്രധാനമാണ്. ഒരുപാട് മാനിപ്പുലേഷൻ നടത്തിയതിനു ശേഷം ഇവിടെ ജയിച്ചതിന് ശേഷം ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ തെരുവിലിറങ്ങിയ 300 MP-മാർ എന്ന് പറയുന്നത് കേവലം 300 പേരല്ല. അവർ ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരാണ്, അല്ലേ? ഇപ്പൊ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ എന്ന് പറഞ്ഞ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധികളാണ്. അതിനൊരു വെയിറ്റേജ് ഉണ്ട്. രാഹുൽ ഈശ്വർ നോക്കൂ, ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന തെരഞ്ഞു കണ്ടുപിടിച്ച ശകുൻ റാണിയുടെ കാര്യമാണ്. ആ നോട്ടീസ് താങ്കൾ കണ്ടുണ്ടാവണം. എന്ത് ഫ്ലിംസിയാണ്! എന്താണ് ശകുൻ റാണിക്ക് 2 വോട്ടോട് ഈസി സമ്മതിക്കല്ലേ നോട്ടീസിൽ? കന്നി വോട്ടർ വോട്ട് ചേർക്കേണ്ട ഫോം 6 ദുരുപയോഗം ചെയ്യപ്പെടുന്നു സമ്മതിക്കല്ലേ ഈസി? ശകുൻ റാണി 2ാമത്തെ വോട്ട് ചെയ്തോ എന്ന് തെളിയിക്കണമെങ്കിൽ രാഹുൽ എന്ത് വേണം? ആ CCTV ദൃശ്യം വേണം. അതെവിടെ? അത് ട്രാഷ് ഫോൾഡറിൽ. രാഹുൽ, ശ്രീ ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിയെ പിന്തുണച്ചതുപോലെ
ഈ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വളരെ ശക്തമായ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാര്യം ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമല്ല. നമ്മൾ ഡൊണാൾഡ് ട്രംപിനെതിരെ നരേന്ദ്രമോദിജിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാണ്. രാഹുൽ ഗാന്ധി ഇലക്ടോറൽ പ്രോസസ് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു നിലപാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ആർക്കും ഇവിടെ ഇരിക്കുന്നതോ ഇന്ത്യയിലെ ആർക്കും തർക്കം ഉണ്ടാവില്ല. ബാംഗ്ലൂരിലെ റൂം നമ്പർ 35-ൽ 80 വോട്ടുണ്ട്. ഇസ്ലാംപൂർ എന്ന് പറയുന്ന ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിൽ ഒരു കെട്ടിടത്തിൽ 315 വോട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമായി എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 1,250,050 വോട്ടുകളിൽ ശകുൻ റാണിയുടെയും ആദിത്യ ശ്രീവാസ്തവയും കാര്യം അത് തർക്കമുണ്ടെങ്കിൽ മാറ്റിവെക്കാം. 1,248 വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് എന്ന് പറയാതെ പറയുകയല്ലേ ഇലക്ഷൻ കമ്മീഷൻ. അവിടെയാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ കോടതികളെ പോലെയോ കോടതികളെക്കാളോ നമ്മൾ ബഹുമാനിച്ചിരുന്ന സംവിധാനം. ഇന്ത്യയുടെ ചരിത്രത്തിലാലും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മോശം പറയാറില്ല. മുമ്പ് പലപ്പോഴും EVMസിനെ കുറിച്ചൊക്കെ തർക്കം വന്നിട്ടുണ്ടെങ്കിലും TN ശേഷമൊക്കെ ഉള്ള കാലത്ത് ഫാൻ ക്ലബ്ബുകൾ പോലും ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ഇലക്ഷനിൽ വിശ്വാസം നഷ്ടമായാൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. അങ്ങനെയാണ് 1987-ൽ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും ചെയ്തുകൂടാത്ത കാശ്മീർ നമ്മൾ ചെയ്തത്, നമ്മളെന്ന രാജ്യം തെറ്റ് ചെയ്തത് കാശ്മീരിലെ ഇലക്ഷൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് റിഗ് ചെയ്തു. ഇത് BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ സ്വപൻ ദാസ് ഗുപ്തയും കോൺഗ്രസിന്റെ വിശ്വപൗരനായ നേതാവ് ശശി തരൂറും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ പലപ്പോഴും അനഭിലഷണീയമായ പല കാര്യങ്ങളും ഉണ്ടായെന്നത് പോലും. അപ്പം നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ പവിത്രമാണ്, സാക്രോ സാങ്ക്ട് ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം പോയി വോട്ട് ചെയ്യുന്നത്. കാര്യം പലരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വോട്ട് ചെയ്യാൻ ഇന്ത്യയെ തിരിച്ചു വരുന്നത് നമ്മുടെ വോട്ടിന് മോദിജിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിജിയോ ആരെയാണെങ്കിലും വിജയിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞതും സ്വാഗതാർഹമാണ്. ചില കള്ളത്തരങ്ങൾ പലയിടങ്ങളിലായി മുമ്പ് കേരളത്തിലടക്കം നടക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കൂടുതൽ ട്രാൻസ്പാരൻസി ഡിമാൻഡ് ചെയ്യണം. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തം ഉണ്ടാകണം. 2 BLOമാർക്കെതിരെ നടപടിയെടുക്കാൻ 28A 31 അടക്കമുള്ള ഒരുപാട് വകുപ്പുകളുണ്ട്. ഇനിയും കോൺഗ്രസോ BJPയോ ആപ്പോ CPMോ CPIയോ മുസ്ലിം ലീഗോ ഒന്നും അല്ല. ആരെവിടെ കള്ളവോട്ട് ചേർത്താലും അതിനെതിരെ ഒരു പൊതുമനസ് ഉണരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ? ഈ 1 ലക്ഷം വോട്ടുകൾ എന്ന് പറയുമ്പോൾ നാളെ നമുക്കൊരു ഇലക്ഷനിൽ പോയി വോട്ട് ചെയ്യാൻ തോന്നുന്നു. ഇത്രയധികം കള്ളവോട്ടുണ്ടെങ്കിൽ ഞാൻ മെനക്കെട്ട് എന്റെ ദിവസം കളഞ്ഞിട്ട് പോകുന്ന എന്തിനാന്ന് തോന്നുന്നു. രാഹുൽ ഈശ്വർ, ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പായും ജനസേവനത്തിനാണ് എന്ന് പറയുമ്പോൾ പോലും അവരുടെ പ്രധാന മോട്ടോകളിലൊന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക എന്നുള്ളതാണല്ലോ, ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണല്ലോ. ജനങ്ങളിലേക്ക് എത്ര ഇറങ്ങി നിന്നാലും, എത്രമാത്രം ജനസ്വാധീനം ഉണ്ടാക്കിയാലും, എത്ര എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലം വിജയം പറഞ്ഞാലും, ഒരു സംഘം കള്ളവോട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ ജയിക്കാൻ വഴിയില്ല ഇവിടെ എന്ന തോന്നലുണ്ടായാൽ എന്തൊരു അനാർക്കിയാണത് രാഹുൽ. അല്ല, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോകും. നേരത്തെ ശ്രീ സുനിൽകുമാർ സാർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് ബീഹാറിൽ ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാർക്ക് ഡിലീഷനുണ്ട്. ഈ ഓഗസ്റ്റ് 12-ന് സുപ്രീം കോടതി കേസ് വരുന്നുണ്ട്. ബഹുഭൂരിപക്ഷം നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെയും വനിതാ പിന്നോക്ക വിഭാഗ ജില്ലകളിൽ നിന്നാണെന്ന് പല മാധ്യമങ്ങളും കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. പല കാര്യങ്ങളും ഇതിൽ SIRൽ സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി ഇനി ആത്യന്തികമായി ഈ ഫൈറ്റ് കോടതിയിലേക്കും കൂടെ പോകണം. സുപ്രീം കോടതിയും കൂടെ ജാഗരൂകമായി കുറെ കൂടെ ഡിജിറ്റൽ മേഖലയിൽ ഈ കാര്യങ്ങൾ വരണം, ട്രാൻസ്പെറൻസി ഉണ്ടാകണം, ആൾക്കാർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ബഹുമാനപ്പെട്ട ECയോട് ബഹുമാനത്തോടെ തന്നെയാണ് പറയുന്നത്. അവരുടെ ഈ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി, അത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇലക്ടോറൽ റോള് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംശയം ഉണ്ടാക്കും. അപ്പം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറയുന്നത് പോലെ ഇവിടെ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സീസർ തന്നെയാണ്. ഇതിൽ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരേണ്ടതും തെളിയിക്കേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ്. ദി ഓണസ് ഈസ് ഓൺ ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും സംശയത്തിന് അതീതമായൊരു നിലപാട് മുമ്പോട്ട് വെക്കുകയും, ഇലക്ഷൻ പ്രക്രിയ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ്. രാഹുൽ ഗാന്ധി റേസ് ചെയ്ത പല പോയിന്റും വാലിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതോ തോന്നുന്നതോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഒരു എക്സ്പോസിഷൻ തരികയാണ്. ഒരു പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലുള്ള നമ്മുടെ വിശ്വാസം കുറയും. മാത്രമല്ല, ഇപ്പൊ CCTV ഫുട്ടേജിന്റെ കാര്യം പറയുകയുണ്ടായി. 5 മണിക്ക് ശേഷം അസാധാരണമാം വിധം ഇലക്ഷന്റെ നമ്പർ കൂടുന്നു. ആൾക്കാർക്ക് സംശയം ഉണ്ടായില്ലേ? ഇത് കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും CPMകാർക്കും രാഷ്ട്രീയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സംശയം തോന്നും. അപ്പൊ ഈ ഇലക്ടോറൽ ഡെമോക്രസിയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഇപ്പോൾ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം വലത് ലീനിങ് ആയ മാധ്യമങ്ങൾ പോലും പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രസക്തമായ ഒരു വിഷയമാണ് ഉന്നയിച്ചത്. അതിൽ അഗ്നിശുദ്ധി നടത്തി വരേണ്ടതോ അല്ലെങ്കിൽ തെളിയിക്കേണ്ടതോ ഓണസ് ഈസ് ഓൺ ഇലക്ഷൻ കമ്മീഷൻ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.
ഈ വിഷയത്തെ നമ്മൾ പുച്ഛിക്കുകയോ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എടുത്തിരിക്കുന്ന സമീപനം എനിക്ക് തോന്നുന്നില്ല ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും യോജിക്കാൻ കഴിയുന്നു. അപ്പൊ ഇതൊരു BJP കോൺഗ്രസ് പ്രശ്നമല്ല, ഇത് ഇലക്ഷന്റെ ഇത് സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് നമ്മൾ വിളിക്കുന്നത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും നമ്മൾ വിളിക്കുന്നത് അതിനുള്ള ബഹുമാനം കൊണ്ടാണ്. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾക്കാണ്. അല്ല, ഞാൻ പറഞ്ഞ രാഹുലിനല്ല അതിന് മറുപടി വേണ്ടത്. അതിന് മറുപടി വേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തെ ഓരോ പൗരന്മാർക്കുമാണ്. അത് ഈ പറയുന്ന ഇപ്പോൾ എന്താ യുവരാജ് ഗോകുൽ സമ്മതിക്കില്ലെങ്കിലും യുവരാജ് ഗോകുൽ അടക്കമതിന് മറുപടി വേണം. ശ്രീ യുവരാജ് ഗോകുൽ ഈ ശകുൻറാണിയുടെ കാര്യത്തിൽ രാഹുലിന് തെറ്റി. കാര്യം എന്താണ്? ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദ പരിശോധനയിൽ ശകുൻറാണിക്കുള്ളത് 2 അല്ല 3 ഐഡിയ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ രാഹുൽ തെറ്റി. സെയിം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എന്താണ് ശകുൻറാണി കോൺസ്റ്റിറ്റ്യുവൻസി മഹാദേവപുര, പാർട്ട് നമ്പർ 341, എപ്പിക് ഐ ഡി നമ്പർ SVF 98911002, SVF 991873, SVF 992886. അതിൽ രാഹുൽ തെറ്റി. 2 അല്ല 3 ഐ ഡി ഉണ്ട്. രാഹുലിന് വേറെ ഒരുപാട് തെറ്റി ഹാഷ്മി. ആദിത്യ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ആൾക്ക് 2 സംസ്ഥാനത്ത് വോട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാനം അവിടുത്തെ 2 സംസ്ഥാനത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു. രാഹുലിന് വീണ്ടും തെറ്റി. രാഹുൽ ബാംഗ്ലൂർ സെൻട്രലിൽ 7 കോൺഗ്രസ് ലീഡ് ചെയ്തു എന്ന് പറഞ്ഞു, ഒരിടത്ത് മാത്രമാണ് BJP ലീഡ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല 4-4 എന്നുള്ള നിലയിലാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ രാഹുലിന് മൊത്തം തെറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. രാഹുൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ സംശയത്തിന്റെ പുകമുറയിൽ നിർത്തി മാത്രമാണ് ഇപ്പോഴും ബാക്കി വെച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതും പൊളിയും. എന്തായാലും ഞാൻ അങ്ങേ ഒരു കാര്യത്തിൽ അഭിനന്ദിച്ചോട്ടെ, അങ്ങേ ഞാനൊന്ന് അഭിനന്ദിച്ചോട്ടെ. ഒരു കാര്യത്തിൽ ഞാൻ അങ്ങേ ഒന്ന് അഭിനന്ദിച്ചോട്ടെ, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഈ ഡിബേറ്റ് തുടങ്ങിയ സമയം മുതൽ തീരുന്നത് വരെ എന്നെ ഒരു വരി പോലും പരിപൂർണമായി പറയാൻ സമ്മതിക്കില്ല എന്ന് വാശിയുണ്ടായിരുന്ന അങ്ങ് എത്ര ശാന്തനായാണ് കഴിഞ്ഞ അരമണിക്കൂർ ഇരിക്കുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. ശ്രീ രാജു പി നായർ 7:40 കഴിഞ്ഞപ്പോൾ എന്തോ മറ്റോ സംസാരിക്കാൻ തുടങ്ങിയാണ്. 7:52 അങ്ങ് അദ്ദേഹത്തോട് ഒരു ചോദ്യം മുരടനക്കാനെങ്കിലും തയ്യാറാകുന്നത്. അത് ആ രാജണ്ണയുടെ കാര്യം ജസ്റ്റ് ഒന്ന് വേദനിപ്പിക്കാതെ നോവിപ്പിക്കാതെ ഒരു ചോദ്യം. അത് കഴിഞ്ഞിട്ട് ശ്രീ സുനിൽകുമാർ 7:57 സംസാരിക്കാൻ തുടങ്ങി. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 8-7 വരെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ സംസാരിക്കാൻ തുടങ്ങി, ഒരു പ്രശ്നവുമില്ല. എന്നെ ഒരു വരി സംസാരിക്കാൻ അങ്ങ് വിടില്ല. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ മുന്നണിയുടെ അജണ്ട പൊളിയെന്ന് നിങ്ങൾ വല്ലാതെ ഭയക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞു 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകത്തിൽ നടക്കുന്ന സമയത്ത് ഈ വോട്ടർ ഐ ഡിയെ കുറിച്ചിട്ട് ആർക്കും ഒരു പരാതിയില്ല. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും BJPയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇലക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് BJP അവിടെ തോക്കുന്നുണ്ട്. BJP ആർക്കും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് 6 മാസം കോൺഗ്രസ് അവിടെ ഭരിക്കുന്ന സമയത്ത് ഈ സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അവരവിടെ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ. 1,248,000. കാശ്മീർ ഞാൻ വളരെ വ്യക്തിപരമായി പറയുകയാണ്. 2005 എനിക്ക് 18 വയസ്സാവുന്നത്. അതിന് മുമ്പ് എൻ്റെ അമ്മ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വീട്ടിൽ 2005-2009 വരെ അങ്ങനെ തന്നെയാണ്. ഈ വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോയിൽ എൻ്റെ അമ്മയുടെ പടമല്ല ഉള്ളത്, മറ്റൊരാളുടെ പടമാണ്. അമ്മയുടെ പേര്, ID കാർഡ് നമ്പർ എല്ലാം സെയിം ആണ്, പക്ഷേ ഫോട്ടോ മറ്റൊരാളുടേതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഫോട്ടോ പകരം എൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് പലപ്പോഴും പല ബൂത്തുകളിലും ഉണ്ടാവും. ഇപ്പം തന്നെ ഒറ്റ ബൂത്തിലെടുത്തു കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ പേരിൻ്റെത് മാറിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഹൗസ് നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കിടക്കുന്നത്. ഹാഷ്മിക്ക് വേണമെങ്കിൽ ഞാൻ മുനമ്പത്തുള്ള 3 വീട്ടുകാർക്ക് ഒരൊറ്റ ഹൗസ് നമ്പർ ഉള്ളത് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു തരാം. ഇത് പലപ്പോഴും പല ടെക്നിക്കൽ ഇഷ്യൂ കിടക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു ബൂത്തിനകത്ത് ഒരു 10-20 ആക്കിയാൽ തന്നെയും ഒരു ബൂത്ത് ഒരു ലോക്സഭാ മണ്ഡലം മൊത്തമായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അത് 10,000-ഓ ലക്ഷങ്ങളോ ഒക്കെ ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നേ. ഇതിനെല്ലാം എക്സാജറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് BJP കള്ള വോട്ട് ചെയ്തതാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ സുനിൽകുമാർ ഇവിടെ ഇരുന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ്, അദ്ദേഹം ബൗണ്ടറികളെ കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. ഒരു ബൗണ്ടറിക്കകത്ത്, ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തുള്ള ബൗണ്ടറിക്കകത്തുള്ളവർ തന്നെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ സുനിൽകുമാർ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിലുള്ള BJPയുടെ വോട്ട് കുറയണ്ടേ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെയുള്ള വോട്ടർമാരെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ചേർപ്പിച്ചിരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വോട്ട് കുറയണ്ടേ? പകരം ആ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിക്കുകയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ എവിടുന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുവന്ന് ചേർത്തു എന്നാണ് അങ്ങ് പറയുന്നത്. ഇവിടെ ഹാഷ്മി അങ്ങയോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല എന്ന്. കൊടുക്കില്ല. നിങ്ങൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്ര
മണ്ഡലങ്ങളിൽ 25, 30, 35 വോട്ടുകളൊക്കെ ഒരു അഡ്രസ്സ് കേന്ദ്രീകരിച്ചിട്ട് ചേർപ്പിച്ചിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് ഉണ്ടെന്നേ. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രോസസ്സാണല്ലോ. 89 വോട്ടിന് എങ്ങനെയാ കെ സുരേന്ദ്രൻ തോക്കുന്നത്? മഞ്ചേശ്വരത്ത് 300 ചില്ലുവാനം വോട്ട് മരിച്ചുപോയ ആൾക്കാരും വിദേശത്തുള്ള ആൾക്കാരും സ്ഥലത്തില്ലാത്ത ആൾക്കാരും വോട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ കോടതിയിൽ കൊടുത്തതല്ലേ. അപ്പം നിങ്ങൾ ഞങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ നോക്കി പരിഹസിക്കും. അങ്ങനെ ഇപ്പൊ BJP ജയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർപ്പിച്ചിരിക്കുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ഗുരുവായൂരാണ്. ആ ഗുരുവായൂരിൽ ആരാ ലീഡ് ചെയ്തത്? നിങ്ങളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, ഞങ്ങളല്ല. കോൺഗ്രസ് ആണ് അവിടെ ലീഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ 3ാം സ്ഥാനത്ത് മാത്രമാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഗുരുവായൂരിൽ ചേർത്തിട്ടുള്ള അത്രയും വോട്ട് തൃശ്ശൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബാക്കി ഒരു അസംബ്ലി മണ്ഡലത്തിലും ചേർത്തിട്ടില്ലാന്നേ. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ വലിയ വായിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനെ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഹാഷ്മിയും രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന് കോറസ് പാടുന്നുണ്ട്. നിങ്ങൾ പാടിക്കോളൂ. നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള P പരമേശ്വര, നിങ്ങളുടെ കർണാടകത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള P പരമേശ്വര കഴിഞ്ഞ ആഴ്ച, അധിക കാലമൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പ് പബ്ലിക് വേദിയിൽ നിന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എന്താ പറയുന്നത്? പണ്ട് ബാലറ്റ് പേപ്പർ ആയിരുന്നു, അന്ന് ഞങ്ങളെല്ലാം ഈ ബാലറ്റ് പേപ്പർ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന ആവശ്യത്തിന് സീലടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊതുവെ പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ടെന്നേ. കോൺഗ്രസ് വർക്കേഴ്സിനെ കർണാടകത്തിലെ ബാംഗ്ലൂരില് ഫേക്ക് വോട്ടർ ID ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ വെറുതെ പറയാം. പ്രസന്ന രാജേഷ് എന്ന് പറയുന്ന വീട്ടമ്മ പറയുന്നു അവരുടെ ഫ്ലാറ്റിൽ അവരറിയാതെ 9 കള്ളവോട്ട് ചേർത്തു. അതിൽ BJPക്ക് പരാതിയുണ്ടോ? യുവരാജെ, BJPക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഷ്മി, BJP ആ പരാതി പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. എന്റെ പൊന്നു യുവരാജ് ഗോകുൽ, എന്റെ ചോദ്യം നേർക്കുന്ന ഉരുളല്ലേ ഒറ്റ നേർക്കുന്ന ചോദ്യം. പ്രസന്ന രാജേഷ് എന്ന് പറയുന്ന വീട്ടമ്മ പറയുന്നു അല്ല യുവരാജ് ഗോകുലെ ആ കള്ളവോട്ട് ചേർത്ത BJP ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് പരാതി ഉണ്ട്. ആ കള്ളവോട്ട് ചേർത്ത BJP ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരത്തിൽ വോട്ട് ആ കള്ളവോട്ട് ചേർത്ത BJP ആണെന്ന് ഞാൻ പറയുന്നത്. എന്റെ നേർക്കുന്ന ചോദ്യം എന്താണ്? ഒരു വീട്ടമ്മ പറയുന്നു, തോൽപ്പിക്കുന്ന സമയത്ത് ഒരു വീട്ടമ്മ വോട്ട് ചെയ്തിട്ടാണ് ഉരുളല്ലേ നേർക്കുന്ന ചോദ്യമാണ്. പ്രസന്ന എന്ന് പറയുന്ന വീട്ടമ്മ പറയുകയാണ്, എന്റെ ഫ്ളാറ്റിൽ 9 കള്ളവോട്ട് ഞാൻ അറിയാതെ ചേർത്തു. BJPക്ക് പരാതിയുണ്ടോ? അതിൽ LDF പരാതിയുണ്ട്, കോൺഗ്രസിന് പരാതിയുണ്ട്, BJPക്ക് പരാതിയുണ്ടോ? BJPക്ക് പരാതിയുണ്ടോ? യുവരാജെ, നേർക്കുന്ന ചോദ്യമാണ്. തൃശ്ശൂരെ 9 പുറത്തു വന്ന 9 കള്ളവോട്ടിൽ BJPക്ക് പരാതിയുണ്ടോ? BJPക്ക് പരാതിയുണ്ടോ? യുവരാജെ, ഉരുളല്ലേ നേർക്കുന്ന ചോദ്യമാണ്. ഉരുളല്ലേ ഒറ്റ വാക്കിൽ മറുപടി പറയാം. അവിടെ CPM-നും കോൺഗ്രസിനും ആ കള്ളവോട്ടിൽ പരാതിയുണ്ട്. ആ കള്ളവോട്ടിൽ BJPക്ക് പരാതിയുണ്ടോ? കള്ളവോട്ടിൽ BJPക്ക് പരാതിയുണ്ടോ? തൃശ്ശൂരിലുണ്ടായ കള്ളവോട്ടിൽ BJPക്ക് പരാതിയുണ്ടോ? യുവരാജെ, ഞാൻ പരാതി ഉണ്ടെന്ന് തന്നെയല്ലേ പറയുന്നത്. പരാതി ഉണ്ടെന്ന് തന്നെയല്ലേ ഹാഷ്മി പറയുന്നത്. പരാതി ഞങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. മുമ്പിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിലും ഇത്ര പരാതി ഉണ്ടോ? ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് ഒരു വീട്ടമ്മ ഒന്ന് തുറന്നു പറയുക. എന്റെ പേരിൽ 9 കള്ളവോട്ട് ആരോ ഏതവന്മാരോ ചേർത്തു. അത് ഇപ്പൊ BJPക്ക് പരാതിയുണ്ടോ? അത് പരിശോധിക്കണം. BJPക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? ഞങ്ങളുടെ പരാതി ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടെന്ന വീണ്ടും ഉരുളൽ. ആ വീട്ടമ്മയുടെ പേരിൽ ഉടായ്പ കാണിച്ചവന്മാരെ കണ്ടുപിടിക്കണം എന്ന് BJPക്ക് നിലപാടുണ്ടോ? പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ വീട്ടമ്മയുടെ പേരിൽ ഉടായ്പ കാണിച്ചവന്മാരെ പിടികൂടണം എന്ന നിലപാട് ഇപ്പൊ BJPക്ക് ഉണ്ടോ? ഉൾപ്പെടെ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ പേരിൽ പരാതിയുണ്ട്. ഞങ്ങൾക്ക് തൃശ്ശൂരിലെ കള്ളവോട്ടിൽ BJPക്ക് പരാതിയുണ്ടെന്ന് നേതാവ് യുവരാജ് ഗോകുൽ എന്ന് പറയാമോ? ആദ്യമായിട്ട് പറയുന്ന നേതാവ്. നല്ല കാര്യം. അവതരിപ്പിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ പേരിലും ഞങ്ങൾക്ക് പരാതിയുണ്ട്. നിങ്ങൾ അത് പരിഹരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോവാം. ഞങ്ങൾക്ക് ഒരു പ്രശ്നം. ഒരു ബ്രേക്ക് കൊടുക്കാൻ പോവാണേ. അതായത് തൃശ്ശൂരിലെ കള്ളവോട്ട് അന്വേഷിക്കണമെന്ന് BJP നേതാവ് യുവരാജ് ഗോകുൽ. ഓക്കെ അല്ലേ?
ആദ്യമായിട്ട് നേതാവ് പറയുക. CPM കേന്ദ്രങ്ങൾ ആദ്യമായിട്ട് നേതാവ് പറയുക. അത് ആദ്യമായിട്ട് BJP നേതാവ് പറയുക. കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. CPM-ന്റെയും കോൺഗ്രസിന്റെയും കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചേർത്തിരിക്കുന്ന കള്ള വോട്ടുകളെന്നും ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് ലീഡ് ചെയ്ത ഗുരുവായൂരിലാണ് ഏറ്റവും അധികം പരാതി ഉണ്ടാവാൻ എപ്പോഴാണ് രാഹുൽ ഗാന്ധി വേണ്ടി വന്നു? അവിടെ ചേർത്തിരിക്കുന്ന കള്ള പരാതി ഉണ്ടാവാൻ എപ്പോഴാണ് രാഹുൽ ഗാന്ധി വേണ്ടി വന്നു അല്ലേ? ഹാഷ്മി കൊടുത്തോ? ആ പരാതിക്ക് രാഹുൽ ഗാന്ധി വേണ്ടി വന്നു. രാഹുൽ അവിടെ ഗുരുവായൂർ ഒരൊറ്റ വരിയെ ഞാൻ എടുക്കൂ. ഞാൻ യുവരാജ് ഗോകുലിനോടൊപ്പമാണ്. കാര്യം സുരേന്ദ്രൻജിക്കെതിരെ കള്ളവോട്ട് നടന്നെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷേ കള്ളവോട്ട് ഉണ്ടെന്ന് പബ്ലിക്കലി സമ്മതിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. അതായത് കള്ളവോട്ടിലാണ് പലതും നടക്കുന്നതെന്ന് നമ്മുടെ നാഷണൽ മീഡിയ ശരി. അപ്പൊ കള്ളവോട്ടുണ്ട്, അത് നോർമലാണ്. എവിടേക്കോ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് നേതാക്കൾ വന്നിരുന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് പറയുന്ന പേരാണ് രാഹുൽ ഗാന്ധി ഇമ്പാക്ട്. PS സുനിൽകുമാർ യുവരാജ് ഗോകുലും സമ്മതിക്കുകയാണ് കള്ളവോട്ടുണ്ട്. പക്ഷേ അത് BJP മേഖലയിൽ മാത്രമല്ല CPM കൂടി അന്വേഷിക്കണം എന്ന് കൂടെ ചേർക്കുന്നു. പക്ഷേ കള്ളവോട്ടുണ്ട കാര്യത്തിൽ BJP നേതാവിന് തർക്കമില്ല, സംശയമില്ല, സ്ഥിരീകരിക്കുകയാണ്. PS സുനിൽകുമാർ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇനി ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി ചെയ്ത പോലെ എക്സസൈസ് ശ്രീ PS സുനിൽകുമാർ അങ്ങ് വ്യക്തിപരമായി ചെയ്യണം. ഈ പറയുന്ന പട്ടിക എടുത്തുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഫ്ലാറ്റിൽ ഇത്ര ഇല്ലാത്ത വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തണം ശ്രീ സുനിൽകുമാർ. അദ്ദേഹം ഇത് നടത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും ഹാഷ്മി, ഞങ്ങൾ അതിന്റെ എല്ലാ ഹോംവർക്കുകളും ഞങ്ങൾ BJPയുടെ സുഹൃത്ത് ആ ചെറുപ്പക്കാരനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ BJPയുടെ RSSന്റെ ഈ പരമ്പരാഗത രീതി ഉണ്ടല്ലോ, ഈ നുണ പറയാന്നുള്ള രീതി എല്ലായിടത്തും നിങ്ങൾ ചെയ്യരുത്. ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തില്ല, നിങ്ങൾ ആരാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? ഞങ്ങൾ 6 പരാതി ഈ വിഷയത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് സ്ഥിരീകരിച്ചല്ലോ. രണ്ടാമത്തെ ദിവസം എനിക്ക് തന്നിരിക്കുന്ന കത്തിൽ ഞാൻ കൊടുത്ത 6 പരാതിയും അവർ സ്ഥിരീകരിച്ചല്ലോ. ഞങ്ങൾ പരാതി കൊടുക്കാത്തതല്ല പ്രശ്നം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ വോട്ടർമാർ ചേലക്കരയിൽ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ചേലക്കരയിൽ എല്ലാ BJPക്കാരും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ എണ്ണപ്പെട്ട BJP നേതാക്കന്മാർ, ചേലക്കരയിലെ വോട്ടർമാർ തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്തതിൻ്റെ വിവരം ഞാൻ തരട്ടെ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ നിയമപ്രകാരം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേതല്ലാത്ത വോട്ടർമാരെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും നിങ്ങൾ ബൾക്കായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് നിഷേധിക്കുന്ന 2 പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ ഇപ്പോൾ പറയാം. നിങ്ങളുടെ 2 നേതാക്കന്മാരെ പറ്റി. നിങ്ങളുടെ ഒരു നേതാവ് 2 എപ്പിക് ID നമ്പറിലാണ് അവർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചേലക്കര മണ്ഡലത്തിലെ ID കാർഡിന് വേറെ നമ്പറും തൃശ്ശൂർ ID കാർഡിന് വേറെ നമ്പറും കൊടുത്തിരിക്കുകയാണ്. 2 എപ്പിക് നമ്പറിലാണ്. ഇത് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് BJPയുടെ ഒരു മുൻ പഞ്ചായത്ത് സെക്രട്ടറി, അദ്ദേഹം ചേലക്കര മണ്ഡലക്കാരനാണ്. ഇപ്പോൾ വോട്ട് എവിടെയായിരുന്നു? ഈ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം വോട്ട് നേടിയിരിക്കുകയാണ്. നിങ്ങളിവിടെ ഒരു സ്ത്രീ, ഇപ്പം നേരത്തെ പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ 9 പേർ, പിന്നെ ആഷ്മി ചോദിച്ചാൽ ഉടായ്പുകാരാണെന്ന്. ആരാ ഉടായ്പുകാർ? അത് BJPക്കാർ തന്നെയല്ലേ? ഇപ്പം നിങ്ങൾ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ടെന്ന് ചാനലിൽ വന്ന് പറയാൻ പറ്റും. ഞങ്ങൾ കൃത്യമായി പരാതി കൊടുത്തിട്ടും നിങ്ങൾ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയില്ല. അതാണ് ഞാൻ ഇലക്ഷൻ തൃശ്ശൂർ ജില്ലാ ഭരണാധികാരിക്കെതിരെ പരസ്യമായി ഞാനിപ്പോൾ പ്രതികരിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ 6 തവണ പരാതി കൊടുത്തിട്ടും ആ പരാതി പുല്ലുപോലെ പരിഹരിക്കാതെ അവർ തീരുമാനിച്ചു. എന്താ കാര്യം? നിങ്ങൾ ചേർത്ത വോട്ടെല്ലാം പ്രോപ്പറാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രോപ്പറാവുന്നത്? എങ്ങനെയാണ്? ചേലക്കരയിലുള്ള ഒരു വോട്ടർ, അയാൾക്ക് അവിടെ അല്ല, കള്ള അഡ്രസ് കൊടുത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്കറിയാം. നിങ്ങൾ പറയണത് എനിക്കറിയാം. എങ്ങനെ പ്രോപ്പറാക്കിയത്, നിങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറാക്കിയത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പ്രോപ്പറാക്കിയത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയേണ്ടത് ഞാൻ പറയട്ടെ 6 മാസത്തിന് മുകളിൽ ഒരു വീട് നിങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ ഒരു വീട് എടുത്തിട്ടില്ല. ഇതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്? ശരിക്കും രാജു പിന്നാലെ ഒന്നുകൂടെ എത്താൻ സമയം, എന്റെ സമയം പൂർണ്ണമായി ക്ഷമിക്കണം. എന്റെ സമയം എനിക്ക് രാജുവിലേക്ക് എത്താൻ സമയം ക്ഷമിക്കണം. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും മതിയായ സമയത്ത് സംസാരിച്ചു എന്നാണ് എന്റേതാണ്. എന്തായാലും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മളിവിടെ പറയുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമല്ല. നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾക്ക് വിള്ളലുണ്ടോ എന്ന സംശയമാണ്. ആ സംശയത്തെ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അതിന് മറുപടി പറയേണ്ടത് ഈസിയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും വേണം. അത് ഈ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.